ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, NMMS എക്സാമിലെ നിങ്ങൾ സിലബസ് അറിഞ്ഞു പഠിച്ചാൽ ഈ വരുന്ന NMMS എക്സാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേടാൻ പറ്റും. മക്കളെ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ എക്സാമിന് നമുക്ക് 2 പേപ്പറുകൾ ഉണ്ടെന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ഒരു സാറ്റും അതേപോലെ തന്നെ മാറ്റും അല്ലെ. അതിൽ സാറ്റിനകത്ത് നമുക്ക് സാധാരണ ഇതിൽ സയൻസിന്റെ ഭാഗം വരുന്നത് നമുക്ക് 30 മാർക്കുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത്. ആ 30 മാർക്ക് ചോദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫിസിക്സ് ഒരു 10 മാർക്ക് വരും, കെമിസ്ട്രി ഒരു 10 മാർക്ക് വരും, അതേപോലെ തന്നെ ബയോളജിയും ഒരു 10 മാർക്ക് വരും. ഈ 30 മാർക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സെറ്റ് ആക്കണോ? അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സിലബസ് അറിഞ്ഞ് തന്നെ പഠിക്കണം. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ സാറ്റിലെ NMMS സാറ്റിനകത്തുള്ള ഫിസിക്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ വെറുതെ കുറേ ചോദ്യങ്ങളും ആൻസറും കാണാതെ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. പകരം നമ്മൾ അതിനകത്ത് ഏതൊക്കെ സിലബസുകൾ വരുന്നുണ്ട്, ആ സിലബസിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ചോദ്യങ്ങളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി ഇവിടെ നിന്നിട്ടുള്ള ഓരോ ക്ലാസ്സുകളും ഓരോ കോണ്ടന്റിലും അതേപോലെ ഓരോ ലൈവിലും അതേപോലെ നമ്മളെ ബ്രഹ്മോസ് ബാച്ചിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്ലിയർ ആയിട്ട് സെറ്റ് ആക്കിയിട്ട് നമുക്ക് കിടുവായിട്ട് പറഞ്ഞ് സെറ്റാക്കി തരും. അപ്പൊ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇപ്പൊ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാം. നമ്മൾ ഫിസിക്സിനകത്ത് 30 മാർക്കിലെ അല്ലെങ്കിൽ സയൻസിലെ 30 മാർക്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈറ്റിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനുശേഷം മിറർ ആൻഡ് ലെൻസ്. അപ്പൊ ലൈറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മിററും ലെൻസും നമ്മുടെ ലൈറ്റ് പ്രകാശവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സൗണ്ട്, ശബ്ദവുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിൽ ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതൊക്കെ ഞാൻ പറഞ്ഞു തരും. ഇനി അടുത്ത മോഷൻ, ചലനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓൾറെഡി 8ാം ക്ലാസ്സിലെ മോഷൻ ആൻഡ് ഫോഴ്സ് എന്നുള്ള ചാപ്റ്റർ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടും അതിന്റെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ മെഷർമെന്റ് ആൻഡ് യൂണിറ്റ്സ്, അതും നിങ്ങൾ ഓൾറെഡി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചാപ്റ്റർ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ആ ചോദ്യങ്ങൾ ഏതാണെന്നല്ലേ അതൊക്കെ നമ്മൾ വഴിയെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരും. പിന്നീട് നമുക്ക് ടെമ്പറേച്ചർ, താപനിലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അറിയണം. ഇലക്ട്രിസിറ്റി, കറണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും. മാഗ്നറ്റിസം, ആ മാഗ്നറ്റിസം എന്നുള്ളത് നിങ്ങൾ 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെയും നമ്മൾ കൂടുതൽ അപ്ലിക്കേഷൻ ലെവൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും. പിന്നെ വർക്ക് ആൻഡ് എനർജി, പവർ എന്ന് പറയും. ഇത് 9ാം ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ അതിലെ ഏറ്റവും 8ാം ക്ലാസ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കി തരും. ഏറ്റവും അവസാനം നമുക്ക് ഫോഴ്സ് ആൻഡ് പ്രഷർ എന്നുള്ളതാണ്. ആ ഫോഴ്സും അതേപോലെ തന്നെ പ്രഷറും നമുക്കൊരു പ്ലഷർ ആക്കി മാറ്റാൻ വേണ്ടി ഈ സിലബസിലൂടെ നിങ്ങൾ ഇതിനകത്ത് ഏതാണോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, ആ ചോദ്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? പഠിപ്പിച്ചു തരും. അതിന് നിങ്ങൾക്ക് ഇനിയുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്സിന്റെ ഓരോ ലൈവുകളും അതേപോലെ തന്നെ ഓരോ കോണ്ടന്റ് വീഡിയോയും, ഇനി അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മോസ് ബാച്ചിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം പെർഫെക്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിലബസ് അറിഞ്ഞു പഠിക്കണം. അല്ലാതെ ഒരുപാട് ചോദ്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഒരുപാട് ചോദ്യങ്ങളെ വെറുതെ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് നേടില്ല. NMMS നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന NMMS നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണോ, നേടണോ? അങ്ങനെയെങ്കിൽ ഇനിയുള്ള നമ്മുടെ ആപ്പിലും അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സുകളൊക്കെ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുക? ഇവിടുന്ന് അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിക്കാം. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. വെറുതെ കുറേ ചോദ്യങ്ങൾ പഠിക്കുന്നതിന് പകരം ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് അതിനകത്ത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതാണോ അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സെറ്റാക്കി തരും. അപ്പോൾ ഇനി വരുന്ന ഓരോ ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? മിസ്സാക്കാതെ കണ്ടുകൊണ്ടേയിരിക്കുക. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുക്കാൻ വരുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് കാണണം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് നമ്മുടെ ആപ്പിനകത്ത് ജോയിൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇതെല്ലാം പഠിക്കാൻ പറ്റും. അപ്പോൾ വരാനിരിക്കുന്ന NMMS നമ്മൾ എന്ത് ചെയ്യുന്നു? അടിപൊളിയാക്കി കിടുവാക്കി സെറ്റാക്കും. ഓക്കെ, ടാറ്റാ, ബൈ.